എല്ലാരെയും ഞാൻ ഈ ഇന്നത്തെ സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. അപ്പം ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്താണ്, സെക്കൻഡ് ഇയർ സിലബസ് ഡീകോഡിംഗ് ആണ് അല്ലെ. അപ്പം ഫസ്റ്റ് ഇയറിൽ നമ്മൾ എല്ലാവരും ഓറിയന്റേഷൻ പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തതാണ്. അതേപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ ഇപ്പൊ നമ്മൾ എല്ലാവരും ഫസ്റ്റ് ഇയർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് ഇയറിലോട്ട് എൻ്റർ ആയി അല്ലെ. അപ്പം പലരും എക്സാം എഴുതാത്തവരും എക്സാം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തവരും എല്ലാം ഉണ്ടാവും. അപ്പം ബേസിക്കലി നമ്മൾ എന്ത് ചെയ്തു, സെക്കൻഡ് ഇയറിലോട്ട് നമ്മൾ ജോയിൻ ആയി. അപ്പം സെക്കൻഡ് ഇയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്, എല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും അല്ലെ. നമുക്ക് സെക്കൻഡ് ഇയറിൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, പ്രാക്ടിക്കൽ ഉണ്ട്, ഇന്റേൺഷിപ്പ് ഉണ്ട്, പ്രൊജക്ട് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, എങ്ങനെയാണെന്നുള്ളത് കുറെ ഡൗട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഇന്നത്തെ ഒരു സെഷനോട് കൂടി നമ്മൾ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ടാവും കേട്ടോ. എല്ലാവർക്കും ഉള്ള ഡൗട്ടുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലാസ്റ്റ് നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നുണ്ടാവും. ഫസ്റ്റ് നമ്മൾ സിലബസ് ഡീകോഡിംഗ് ആണ്. എന്താണ് നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്ക് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് സെക്കൻഡ് ഇയറിൽ 3 ഗ്രൂപ്പ് ആയിട്ടാണ് സ്പെഷ്യലൈസേഷൻ ഉള്ളത് അല്ലെ. നമുക്ക് സെക്കൻഡ് ഇയർ നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് 3 ടൈപ്പാണ് ഉള്ളത്, ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി. ഗ്രൂപ്പ് എ വരുന്നത് ക്ലിനിക്കൽ സൈക്കോളജി ആണ്, ഗ്രൂപ്പ് ബി വരുന്നത് കൗൺസിലിംഗ് സൈക്കോളജി, ഗ്രൂപ്പ് സി വരുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയർ. അപ്പം ഇതിൽ മൂന്ന് സ്പെഷ്യലൈസേഷൻ എടുത്ത ആളുകളും ഉണ്ടാവും. അപ്പൊ നമ്മൾ സ്പെഷ്യലൈസേഷൻ എടുത്തവരുടെ സിലബസ് ഒന്ന് നോക്കാം. അപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജി ആണ് നമ്മൾ ചൂസ് ചെയ്തെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുള്ളത് 3 തിയറി പേപ്പറാണ്. 3 തിയറി പേപ്പറും ഒരു പ്രാക്ടിക്കവും അതുപോലെ ഒരു ഇന്റേൺഷിപ്പും ചെയ്യാനുണ്ട്, അതുപോലെ ഒരു പ്രൊജക്റ്റ് ഓപ്ഷണൽ ആണ്. ഒന്നെങ്കിൽ നമുക്ക് പ്രൊജക്റ്റ് ചൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് പകരം ഒരു പേപ്പർ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എന്നുള്ള ഒരു പേപ്പർ ചൂസ് ചെയ്യാം. അപ്പം ഇതിൽ പ്രൊജക്റ്റ് ചൂസ് ചെയ്തവരുണ്ടാവും, അല്ല അതിന് പകരമായിട്ട് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി ചൂസ് ചെയ്തവരുണ്ടാവും. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് എന്താണ്, 3 തിയറി പേപ്പറും ആണുള്ളത്, അതുപോലെ ഒരു പ്രാക്ടിക്കൽ ചെയ്യാനുണ്ട്, ഒരു ഇന്റേൺഷിപ്പ് ആൻഡ് പ്രൊജക്ട്. ക്ലിനിക്കൽ സൈക്കോളജിയിൽ വരുന്ന 3 തിയറി പേപ്പേഴ്സ്, ഒന്ന് സൈക്കോ പെത്തോളജിയും സൈക്കോ ഡയഗ്നോസ്റ്റിക്സും സൈക്കോ തെറാപ്യൂട്ടിക് മെത്തേഡ്സും ആണ് വരുന്നത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് കൗൺസിലിംഗ് സൈക്കോളജിയിൽ എന്തൊക്കെയാണ് നോക്കാം. കൗൺസിലിംഗ് സൈക്കോളജിയിലും ഇതുപോലെ തന്നെ 3 തിയറി പേപ്പർ ആണ് വരുന്നത്. അത് കൗൺസിലിംഗ് സൈക്കോളജി ഫസ്റ്റ് തിയറി പേപ്പർ, ദെൻ അസസ്മെന്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് ആൻഡ് ഇന്റർവെൻഷൻസ് ഇൻ കൗൺസിലിംഗ്. ഈ 3 തിയറി പേപ്പറാണ് വരുന്നത്. അതുപോലെ തന്നെ എന്തുണ്ട്, മറ്റതിലെ പോലെ തന്നെ ഒരു പ്രാക്ടിക്കൽ വരുന്നുണ്ട്, ഇന്റേൺഷിപ്പ് വരുന്നുണ്ട്, പ്രൊജക്ട് ഓർ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരും കേട്ടോ. ഇപ്പൊ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഗ്രൂപ്പ് സി നോക്കാം. ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജി ആണ്. ഇവിടെ നമുക്ക് 3 തിയറി പേപ്പർ ആണുള്ളത്, ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്. ഈ 3 തിയറി പേപ്പറും പിന്നെ ഒരു പ്രാക്ടിക്കലും ഇന്റേൺഷിപ്പും, ഒന്നെങ്കിൽ പ്രൊജക്ട് അല്ലെങ്കിൽ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി. അപ്പൊ പ്രൊജക്ടിന് പകരം 3 സ്പെഷ്യലൈസേഷനും നമ്മൾ ചൂസ് ചെയ്യുന്ന പേപ്പർ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി തന്നെയാണ്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജി നമുക്ക് സിലബസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പം MPCE 011 സൈക്കോ പെത്തോളജി, ഇതാണ് ഫസ്റ്റ് പേപ്പർ അവർക്ക് വരുന്നത്. സൈക്കോ പെത്തോളജി നമ്മളെ മെന്റൽ ഇൽനെസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പേപ്പറാണ് സൈക്കോ പെത്തോളജി. അതിൽ ബ്ലോക്ക് 1 വരുന്നത് ഫൗണ്ടേഷൻ ഓഫ് സൈക്കോ പെത്തോളജി ആണ്. സൈക്കോ പെത്തോളജിന്റെ ഫൗണ്ടേഷൻ. ഓക്കെ. ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന എന്താണ്, ഹിസ്റ്ററി, സൈക്കോ പെത്തോളജിന്റെ ഹിസ്റ്ററി എന്താണ്, അതുപോലെ ക്ലാസിഫിക്കേഷൻസ്, DSM-4TR, ഇതിലൊക്കെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, പിന്നെ എങ്ങനെയാണ് പാത്തോജെനിസിസ് ഡെവലപ്മെന്റ്സ് ആൻഡ് ചൈൽഡ്ഹുഡ് മെന്റൽ ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്. ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ, സൈക്കോ പെത്തോളജിയുടെ കുറിച്ചുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് ബ്ലോക്കിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ആൻസൈറ്റി ഡിസോർഡറും ബാക്കിയുള്ള മൈൽഡ് ആയിട്ട് വരുന്ന മെന്റൽ ഡിസോർഡേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ അതിൽ വരുന്നതാണ് ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്, പാനിക് ആൻഡ് ഫോബിയാസ് ഏതൊക്കെയാണ്, അതുപോലെ ജനറൽ ആൻസൈറ്റി ഡിസോർഡർ, അതുപോലെ OCD നമുക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെ. OCD ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. അപ്പം ഇങ്ങനത്തെ ഓരോ രോഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്തും ഓരോ മെന്റൽ ഇൽനെസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്തും എന്തൊക്കെയാണ് അതിന്റെ സിംറ്റംസ്, ഇപ്പൊ ഇത്ര സിംറ്റംസ് കാണിച്ചാലേ നമുക്ക് അത് ഈ ഒരു ഡിസോർഡർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കുന്നുണ്ടാവും. എന്തൊക്കെയാണ് അതിന്റെ സിംറ്റംസ്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് അത് ഡയഗ്നോസ് ചെയ്യാം, എങ്ങനെ അസസ് ചെയ്യാം, അതിന്റെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ടാവും. പിന്നെ അതുപോലെ ഇതിൽ വരുന്ന വേറൊരു മെന്റൽ ഇൽനെസ് ആണ് PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അതുപോലെ സൊമാറ്റോഫോം ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്, ഡിസോസിയേറ്റീവ് ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ബ്ലോക്ക് 2 ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ്
ബ്ലോക്ക് 3 മൂഡ് ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മൂഡ് ഡിസോർഡേഴ്സിൽ തന്നെ നമുക്ക് മൈൽഡ്, മോഡറേറ്റ്, മേജർ ഡിപ്രസീവ് ഡിസോർഡേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? അതുപോലെ ബൈപ്പോളാർ ഡിസോർഡർ എന്തൊക്കെയാണ്? പിന്നെ ജനറൽ മെഡിക്കൽ കണ്ടീഷൻ കൊണ്ട് വരുന്ന മൂഡ് ഡിസോർഡറുകൾ ഏതൊക്കെയാണ്? പിന്നെ അതുപോലെ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് മൂഡ് ഡിസോർഡർ, സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ട്, ആൽക്കഹോൾ ഒക്കെ യൂസ് ചെയ്തിട്ട് വരുന്ന മൂഡ് ഡിസോർഡേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ബ്ലോക്ക് 3 ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ദെൻ ബ്ലോക്ക് 4 പോകുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് സ്കീസോഫ്രീനിയനെ കുറിച്ചാണ്. സ്കീസോഫ്രീനിയയും അതുപോലെ ബാക്കി വരുന്ന സൈക്കോട്ടിക് ഡിസോർഡറിനെ കുറിച്ചും, അതുപോലെ പാരനോയിഡ്, ഡെലീഷണൽ ഡിസോർഡർ ഏതൊക്കെയാണ്, പിന്നെ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോട്ടിക് ഡിസോർഡർ ഏതൊക്കെയാണെന്നുള്ളതായിരിക്കും ബ്ലോക്ക് 4 ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ ഇത്രയാണ് സൈക്കോ പാത്തോളജിയിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ദെൻ അടുത്തതാണ് സൈക്കോ ഡയഗ്നോസ്റ്റിക്സ്. സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡയഗ്നോസ് ചെയ്യുക അല്ലെ, ഒരു മെന്റൽ ഡിസോർഡറിനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുക. അപ്പൊ സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ കണ്ടീഷനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതിനാണ് സൈക്കോ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോ ഡയഗ്നോസ്റ്റിക്സ്. എന്താണ് സൈക്കോ ഡയഗ്നോസ്റ്റിക്സ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, കോൺസെപ്റ്റ് എന്താണ്, കാര്യങ്ങൾ. പിന്നെ ബിഹേവിയറൽ അസസ്മെന്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, ക്ലിനിക്കൽ സൈക്കോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അസസ്മെന്റ് എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ ഈ ഓരോ അസസ്മെന്റ് യൂസ് ചെയ്യുന്ന സമയത്തും മെയിൻ ആയിട്ട് അതിന് കുറച്ച് എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. അതെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളായിരിക്കും ബ്ലോക്ക് 1 ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ബ്ലോക്ക് 2 പോകുമ്പോൾ സൈക്കോ ഡയഗ്നോസ്റ്റിക്സ്, എന്തൊക്കെയാണ് സൈക്കോ ഡയഗ്നോസ്റ്റിക്സിന്റെ ഒബ്ജക്റ്റീവ്, പിന്നെ അതുപോലെ സൈക്കോ ഡയഗ്നോസ്റ്റിക്സിലുള്ള ഡിഫറെന്റ് സ്റ്റേജസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതുപോലെ പിന്നെ ബാറ്ററീസ് ഓഫ് ടെസ്റ്റ് ആൻഡ് അസസ്മെന്റ് ഇന്റർവ്യൂ എങ്ങനെയാണ്, പിന്നെ എങ്ങനെ നമുക്ക് റിപ്പോർട്ട് റൈറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഇനി തേർഡ് ബ്ലോക്കിലോട്ട് പോകുമ്പോൾ ടെസ്റ്റ് ഓഫ് കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ആണ്. ഇപ്പം ഇന്റലിജൻസ് എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം, കോൺസെപ്ച്വൽ തിങ്കിങ് എങ്ങനെ മെഷർ ചെയ്യാം, ആൻഡ് അതുപോലെ ഇപ്പോൾ ഇന്റലിജൻസ് ടെസ്റ്റിൽ തന്നെ അതൊക്കെ നമ്മൾ പഠിച്ചതാ ഓൾറെഡി അല്ലെ. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, തിയറി പാർട്ടിൽ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ പറയുന്നുണ്ടാവുക. ഇപ്പോൾ ബിനെറ്റ് ആൻഡ് വെഷ്ലർ സ്കെയിലിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് എങ്ങനെ മെമ്മറി, ക്രിയേറ്റിവിറ്റി ഒക്കെ മെഷർ ചെയ്യാം, അതുപോലെ തന്നെ ഒരു ടെസ്റ്റിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യുക, കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് പ്രൊജക്റ്റീവ് ടെക്നിക് ഇൻ സൈക്കോ ഡയഗ്നോസ്റ്റിക്സ്. സൈക്കോ ഡയഗ്നോസ്റ്റിക്സിലെ 4ാമത്തെ ബ്ലോക്കാണ്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നുണ്ടാവും പ്രൊജക്റ്റീവ് ടെക്നിക്കുകളെ കുറിച്ചാണ്. പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഒക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചാലേ പേഴ്സണാലിറ്റിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ഇയറിൽ പേഴ്സണാലിറ്റിയിൽ നമ്മൾ തിയറി പാർട്ടിൽ പഠിച്ചതാണ്. അതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വേർഷനാണ് ഇവിടെ ഉള്ളത്. പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഏതൊക്കെയാണ്, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് പ്രൊജക്റ്റീവ് മെഷർ യൂസ് ചെയ്തിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ കാര്യങ്ങൾ, റോഷാക്ക് ടെസ്റ്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ചാൽ അല്ലെ, അതൊക്കെയാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അതുപോലെ തെമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ്, TAT, CAT, ഇതിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് സൈക്കോ ഡയഗ്നോസ്റ്റിക്സിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത പേപ്പറാണ് സൈക്കോ തെറാപ്യൂട്ടിക് മെത്തേഡ്. സൈക്കോ തെറാപ്യൂട്ടിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മെന്റൽ ഡിസോർഡേഴ്സിനെ, മെന്റൽ ഇൽനെസ്സിനെ എങ്ങനെ നമുക്ക് എന്തൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് അസസ് ചെയ്യാം, എന്തൊക്കെ അപ്രോച്ചസ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് സൈക്കോ തെറാപ്യൂട്ടിക് മെത്തേഡ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. ഇതിൽ ബ്ലോക്ക് 1 സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഡിസോർഡർ മേജർ മൊഡാലിറ്റി, എന്തൊക്കെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ മെന്റൽ ഡിസോർഡേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ സൈക്കോ അനാലിസിസ് എന്താണ്, സൈക്കോ അനാലിറ്റിക് ആൻഡ് സൈക്കോ ഡൈനാമിക് തെറാപ്പി എന്താണെന്നുള്ളതൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. അതുപോലെ ഇൻസൈറ്റ് സൈക്കോ തെറാപ്പി, ഇന്റർപേഴ്സണൽ സൈക്കോ തെറാപ്പി, ഷോർട്ട് ടേം സൈക്കോ തെറാപ്പി എന്താണ്, ഇങ്ങനത്തെ തെറാപ്പികൾ, കുറെ തെറാപ്പീസ് ഉണ്ടല്ലോ നമ്മുടെ സൈക്കോളജിയിൽ. അപ്പൊ ആ തെറാപ്പികൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ ചൈൽഡ് സൈക്കോ തെറാപ്പിന്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഒക്കെയാണ് ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ബ്ലോക്കിലോട്ട് പോകുമ്പോൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ്, CBT നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പീസ് ഏതൊക്കെയാണെന്നുള്ളത്, അതിൽ ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക് എന്താണ്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത്, പിന്നെ അതുപോലെ സൊല്യൂഷൻ ഫോക്കസ്ഡ് തെറാപ്പി എന്താണ്, ഇന്റഗ്രേറ്റീവ് ആൻഡ് മൾട്ടി മോഡൽ തെറാപ്പീസ് ഏതൊക്കെയാണ്, അതൊക്കെ ആയിരിക്കും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ബ്ലോക്ക് 3 പോവുകയാണെങ്കിൽ അതർ തെറാപ്പീസ് ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻസ്, വേറെ എന്തൊക്കെ തെറാപ്പീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്റർവെൻഷന് വേണ്ടിയിട്ട് എന്നുള്ളതാണ്. റോജേഴ്സ് ക്ലൈന്റ് സെന്റർ തെറാപ്പി ഉണ്ട്, ഫാമിലി ആൻഡ് ഗ്രൂപ്പ് സൈക്കോ തെറാപ്പി ഉണ്ട്, സൈക്കോ ഡൈനാമിക് കപ്പിൾ തെറാപ്പി ഉണ്ട്, സൈക്കോ തെറാപ്പി ഇന്റഗ്രേഷൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും.
ദെൻ ബ്ലോക്ക് 4 പോകുമ്പോൾ സൈക്കോ തെറാപ്പി അക്രോസ് ലൈഫ് സൈക്കിൾസ്. ഇപ്പം നമ്മൾ ഓരോ സൈക്കോ തെറാപ്പീസ് യൂസ് ചെയ്യുന്ന സമയത്തും ഈ ഒരു 4ാമത്തെ ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക ഓരോ ലൈഫ് സൈക്കിളിലും ഈ ഓരോ സൈക്കോ തെറാപ്പി എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള. ഇപ്പം കുട്ടികളിൽ യൂസ് ചെയ്യുന്ന ഒരു സൈക്കോ തെറാപ്പി ആയിരിക്കില്ല നമ്മൾ എന്ത് ചെയ്യുക അഡൾട്ടിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഓരോരുത്തരും നമ്മളിവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കും. സൈക്കോ തെറാപ്പി വിത്ത് അഡൾട്ട് ആൻഡ് മിഡിൽ ഏജ്ഡ് പേഴ്സൺ. അഡൾട്ട് ആൻഡ് മിഡിൽ ഏജ്ഡ് പേഴ്സണിൽ യൂസ് ചെയ്യുന്ന സൈക്കോ തെറാപ്പി ഏതാണ്? സൈക്കോ തെറാപ്പി വിത്ത് ഓൾഡർ അഡൾട്ട്. അതുപോലെ ടെർമിനലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ്, എയ്ഡ്സ്, ക്യാൻസർ ഒക്കെ ഉള്ള പേഷ്യൻസിൽ എങ്ങനെയാണ് സൈക്കോ തെറാപ്പി യൂസ് ചെയ്യുക, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇത്രയും 3 തിയറി പേപ്പറാണ് ക്ലിനിക്കൽ സൈക്കോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ വരുന്നതാണ് പ്രാക്ടിക്കൽ ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജി. പ്രാക്ടിക്കൽ നമുക്ക് പഠിക്കാണ്ട്, പ്രാക്ടിക്കലിന്റെ ഇന്റേൺഷിപ്പിന്റെയും കാര്യം ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പൊ ഇത്രയും പ്രാക്ടിക്കൽ ആണ് നമുക്ക് സെക്കൻഡ് ഇയറിൽ ചെയ്യാനുള്ളത്. ഓക്കെ, ഇതിന്റെയൊക്കെ തിയറി നമ്മൾ എന്ത് ചെയ്തു ഓൾറെഡി പഠിച്ചതാ അല്ലെ? പേഴ്സണാലിറ്റിയിൽ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, TAT, റോഷ കിങ് ബ്ലോക്ക്, ഇതൊക്കെയാണ് നമുക്ക് പ്രാക്ടിക്കലിന് വരുന്നുണ്ടാവുക. ഇത് നമ്മൾ സ്റ്റഡി സെന്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവർ നമുക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യും, എന്നിട്ട് നമ്മൾ അത് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ലാസ്റ്റ് പറയാം. അതുപോലെ ഇന്റേൺഷിപ്പ്. പിന്നെ വരുന്നത് പ്രൊജക്ട് ആണ്. പ്രൊജക്ട് ഓപ്ഷണൽ ആണ്. പ്രൊജക്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി എന്നുള്ള പേപ്പർ ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അടുത്താണ് ഗ്രൂപ്പ് ബി, കൗൺസിലിംഗ് സൈക്കോളജി. അപ്പൊ കൗൺസിലിംഗ് സൈക്കോളജിയിൽ ഇനി എന്തൊക്കെ പഠിക്കാനുള്ളത് നോക്കാം. അപ്പോൾ കൗൺസിലിംഗ് സൈക്കോളജിയിലെ ഫസ്റ്റ് പേപ്പറാണ് കൗൺസിലിംഗ് സൈക്കോളജി MPCE 021. ഓക്കെ, അതിലും 4 ബ്ലോക്കാണ് വരുന്നത്. ഫസ്റ്റ് ബ്ലോക്കിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. എന്താണ് കൗൺസിലിംഗ്? ഇൻട്രൊഡക്ഷൻ ടു കൗൺസിലിംഗ് ആണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. അതുപോലെ ഒരു കൗൺസിലറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്തായിരിക്കണം, എങ്ങനെയാണ് ഒരു കൗൺസിലിംഗ് മുന്നോട്ട് പോകുന്നത്, അതിന്റെ തിയററ്റിക്കൽ അപ്രോച്ച് എന്താണ്, പിന്നെ അതുപോലെ ഒരു കൗൺസിലിംഗിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട എത്തിക്സ് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ തരുന്നുണ്ടാവുക. ദെൻ ബ്ലോക്ക് 2 പോകുമ്പോൾ കൗൺസിലിംഗ് മോഡൽസ് ആൻഡ് അപ്രോച്ചസ് ആണ്. ഏതൊക്കെ മോഡലുകൾ, ഏതൊക്കെ അപ്രോച്ചസ് ആണ് കൗൺസിലിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓരോ കൗൺസിലിംഗ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ ഓരോ അപ്രോച്ചസും മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സൈക്കോ അനാലിസിസ് ആവാം, സൈക്കോ ഡൈനാമിക് ആവാം, സൈക്കോ തെറാപ്പിക് ആവാം. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ പിന്നെ അതുപോലെ ബിഹേവിയറൽ തെറാപ്പി എന്താണ്, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്താണ്, അതുപോലെ ഡ്രാമ ആൻഡ് ആർട്ട് തെറാപ്പി ഉണ്ട് കൗൺസിലിംഗിൽ, അതെന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ ബ്ലോക്ക് 2 ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ദെൻ ബ്ലോക്ക് 3 പോകുമ്പോൾ ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് ആണ് പഠിക്കാനുള്ളത്. ഇപ്പം HIV AIDS കൗൺസിലിംഗ് ഉണ്ട്, എഡ്യൂക്കേഷണൽ വൊക്കേഷണൽ കൗൺസിലിംഗ് ഉണ്ട്, അതുപോലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ചൈൽഡ് റൈറ്റ്, ഇപ്പൊ കുട്ടികളുടെ അവകാശങ്ങൾക്ക്, കുട്ടികളുടെ റൈറ്റ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് ഉണ്ട്, പിന്നെ അഡിക്ഷൻ കൗൺസിലിംഗ്, ആൻസൈറ്റി കൗൺസിലിംഗ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് ആണ് ഇവിടെ പഠിക്കാനുണ്ടാവുക. ദെൻ ബ്ലോക്ക് 4 പോവുകയാണെങ്കിൽ കൗൺസിലിംഗ് ഫോർ മെന്റൽ ഡിസോർഡേഴ്സ്, മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ള ആളുകളിലുള്ള കൗൺസിലിംഗ്. ഇപ്പൊ മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഡിപ്രഷൻ, പേഴ്സണാലിറ്റി ഡിസോർഡർ, ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡർ, ഈറ്റിംഗ് ഡിസോർഡർ, ഇത്തരം ഡിസോർഡറുള്ള കൗൺസിലിംഗ് ആണ് ബ്ലോക്ക് 4 പറയുന്നത്. അപ്പം ഇതാണ് കൗൺസിലിംഗ് സൈക്കോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ പേപ്പറാണ് MPCE 023, ഇന്റർവെൻഷൻസ് ഇൻ കൗൺസിലിംഗ്. എന്തൊക്കെയാണ് കൗൺസിലിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്റർവെൻഷൻസ് എന്നാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ബ്ലോക്ക് 1 ഡിസ്കസ് ചെയ്യുന്നത് സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻസ്, മേജർ മൊഡാലിറ്റീസ്, എന്തൊക്കെയാണ് നമ്മൾ സൈക്കോളജിയിൽ യൂസ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള ഇന്റർവെൻഷൻസ്. അത് നമുക്ക് തന്നെ പറയാനുള്ളത് കുറെയൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേർഡ്സ് തന്നെയാണ്. സൈക്കോ അനാലിസിസ്, സൈക്കോ ഡൈനാമിക് കൗൺസിലിംഗ് എന്താണ്, അതുപോലെ ഇൻസൈറ്റ് ആൻഡ് ഷോർട്ട് ടേം കൗൺസിലിംഗ് എന്താണ്, ഇന്റർപേഴ്സണൽ കൗൺസിലിംഗ് എന്താണ്, കുട്ടികളിൽ എങ്ങനെയാണ് നമ്മൾ കൗൺസിലിംഗ് ചെയ്യുക, ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ബ്ലോക്ക് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ബ്ലോക്ക് 2 പോകുമ്പോൾ കോഗ്നിറ്റീവ് ബിഹേവിയർ കൗൺസിലിംഗ് ആണ്. എങ്ങനെയാണ് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ആൻഡ് കോഗ്നിറ്റീവ് അപ്രോച്ച്, നമ്മൾ കൗൺസിലിംഗിൽ എങ്ങനെയാണ് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ യൂസ് ചെയ്യുന്നത്, അതുപോലെ കോഗ്നിറ്റീവ് അപ്രോച്ചുകൾ എങ്ങനെയാണ് നമ്മൾ കൗൺസിലിംഗ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും പറയുന്നുണ്ടാവുക. പിന്നെ അതുപോലെ കോഗ്നിറ്റീവ് തെറാപ്പീസ്, അതിന്റെ അപ്ലിക്കേഷൻസ്, നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് കോഗ്നിറ്റീവ് തെറാപ്പികൾ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതുപോലെ കോഗ്നിറ്റീവ് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ സൊല്യൂഷൻ ഫോക്കസ്ഡ് കൗൺസിലിംഗ് ഉണ്ട്, ഇന്റഗ്രേറ്റീവ് കൗൺസിലിംഗ് ഉണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അവിടെ ബ്ലോക്ക് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ദെൻ ബ്ലോക്ക് 3 പോകുമ്പോൾ അതർ കൗൺസിലിംഗ് ഇന്റർവെൻഷൻസ് ആണ്. വേറെ ബാക്കി വരുന്നത് ഡയറക്ഷൻസ് ആണ്. ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഫോർ കൗൺസിലിംഗ്, ഫ്യൂച്ചർ ഡയറക്ഷൻസ് എന്തൊക്കെയാണ്, കറന്റ് സ്റ്റാറ്റസ് ഓഫ് കൗൺസിലിംഗ് എന്തൊക്കെയാണെന്നുള്ള റിസർച്ച് ഫൈൻഡിങ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അടുത്ത ടോപ്പിക്കാണ്, അടുത്ത പേപ്പറാണ് MPCE 024, പ്രാക്ടിക്കൽ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി. 3 തിയറി പേപ്പർ നമ്മൾ പറഞ്ഞു. പിന്നെ വരുന്നതാണ് പ്രാക്ടിക്കലും നമുക്ക് കുറച്ച് ടെസ്റ്റേഴ്സ് ചെയ്യാനുണ്ടാവും. അതാണ് സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, ബെൻഡർ ജസ്റ്റാൾട്ട് ടെസ്റ്റ്, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇങ്ങനെ ലിസ്റ്റ് ഓഫ് ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാനുണ്ടാവും. പിന്നെ വരുന്നത് ഇന്റേൺഷിപ്പ് ആണ്. ദെൻ അത് കഴിഞ്ഞിട്ട് പ്രൊജക്ട്.
അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൗൺസിലിംഗിലായാലും ക്ലിനിക്കൽ സൈക്കോളജിക്കായാലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊജക്ട് ഓപ്ഷണൽ ആണ്. അതിന് പകരം പ്രൊജക്ട് ചൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന പേപ്പറാണ് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി, MPCE 046. അത് അക്ഷരം പറഞ്ഞിരുന്നുണ്ടാവും കേട്ടോ ഇത് കഴിഞ്ഞിട്ട്. അടുത്തതാണ് MPCE 046 അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി. അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജിയിൽ നമുക്ക് 4 ബ്ലോക്ക് തന്നെയാണ് ഉള്ളത്. ബ്ലോക്ക് 1 ഫൗണ്ടേഷൻ ഓഫ് പോസിറ്റീവ് സൈക്കോളജി. എന്താണ് പോസിറ്റീവ് സൈക്കോളജിയുടെ ഫൗണ്ടേഷൻ, എന്താണ് പോസിറ്റീവ് സൈക്കോളജിയുടെ ഇൻട്രഡക്ഷൻ പറയുന്നുണ്ടാവും. അതുപോലെ റിസർച്ച് മെത്തേഡ്സ് ആൻഡ് അസസ്മെന്റ് ഇൻ പോസിറ്റീവ് സൈക്കോളജി, അതുപോലെ എന്തൊക്കെ പെർസ്പെക്റ്റീവ്, ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പെർസ്പെക്റ്റീവ് അബൌട്ട് പോസിറ്റീവ് സൈക്കോളജി, പോസിറ്റീവ് സൈക്കോളജിനെ കുറിച്ചുള്ള വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, അതുപോലെ ക്യാരക്ടർ സ്ട്രെങ്ത്സ് ആൻഡ് വിർച്യൂസ്, അതൊക്കെ ആയിരിക്കും എന്തില്ല ഫസ്റ്റിലെ ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നല്ലോ. ഒരു മെയിൻ ആയിട്ട് ഒരു ഫൗണ്ടേഷൻ പോലെ, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പോസിറ്റീവ് സൈക്കോളജിനെ കുറിച്ച്. സെക്കൻഡ് ബ്ലോക്കിലേക്ക് എത്തുമ്പോൾ പോസിറ്റീവ് ഇമോഷണൽ സ്റ്റേറ്റ്സ് ആൻഡ് പ്രോസസ്സസ് ആണ് പഠിക്കുന്നത്. പോസിറ്റീവ് എഫക്റ്റ് എന്താണ്, നമ്മുടെ പോസിറ്റീവ് ഇമോഷൻസ്, നമ്മുടെ ഹാപ്പിനെസിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ എന്താണ്, പോസിറ്റീവ് എഫക്റ്റുകൾ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ദെൻ ബ്ലോക്ക് 3 പോവുകയാണെങ്കിൽ പോസിറ്റീവ് കോഗ്നിറ്റീവ് സ്റ്റേറ്റ് ആൻഡ് പ്രോസസ്സസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ സെൽഫ് ആൻഡ് റിലേറ്റഡ് കോൺസെപ്റ്റ്, റെസിലിയൻസ് എന്താണ്, ഒപ്റ്റിമിസം എന്താണ്, ഹോപ്പ് എന്താണ്, അതുപോലെ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, 3rd ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് 4th ബ്ലോക്കിൽ ആപ്ലിക്കേഷൻ ഫോർ പോസിറ്റീവ് സൈക്കോളജി, പോസിറ്റീവ് സൈക്കോളജിന്റെ ആപ്ലിക്കേഷൻ എന്താണ്, ഇത് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞു. അപ്പൊ ഈ പോസിറ്റീവ് സൈക്കോളജി നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ 4th ബ്ലോക്കിൽ നോക്കുന്നുണ്ടാവുക. ഇപ്പൊ നമുക്ക് സ്കൂളിങ്ങില്, നമ്മുടെ പാരന്റിങ്ങിലൊക്കെ എന്ത് ചെയ്യാം, പോസിറ്റീവ് സൈക്കോളജി എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പില്, നമ്മുടെ ഫാമിലിയില്, നമ്മുടെ ഏജിങ്ങില് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് പോസിറ്റീവ് സൈക്കോളജി അപ്ലൈ ചെയ്യാം. അപ്പൊ അതിനൊരു ആപ്ലിക്കേഷൻ ലെവലാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് പ്ലേസില്, ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിലൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പോസിറ്റീവ് സൈക്കോളജി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ ഡിസ്കസ് ചെയ്യുക. ഇവിടെ 5 ബ്ലോക്ക് വരുന്നുണ്ട്. 5th ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് പോസിറ്റീവ് സൈക്കോളജി ഇന്റർവെൻഷൻസ് ആണ്. എങ്ങനെ നമുക്ക് സ്ട്രെസ് മാനേജ്മെന്റ്, എങ്ങനെ നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാം, അതുപോലെ യോഗ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ പോസിറ്റീവ് സൈക്കോളജിയിൽ ഇപ്പൊ വന്നിരിക്കുന്ന കറന്റ് ആയിട്ടുള്ള ട്രെൻഡ്സും ഫ്യൂച്ചർ ഡയറക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതാണ് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ഗ്രൂപ്പ് സി വരുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജി ആണ്. ഇത് ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞു പോവാം. അതിൽ വരുന്നത് 3 തിയറി പേപ്പറാണ്. ഫസ്റ്റത്തെ തിയറി പേപ്പറാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. അതിൽ ബ്ലോക്ക് 1 ഓർഗനൈസേഷണൽ സൈക്കോളജി എന്താണെന്നുള്ളതായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ദെൻ പേഴ്സണാലിറ്റി ആറ്റിറ്റ്യൂഡ്സ് ഇൻ ഓർഗനൈസേഷണൽ സെറ്റിംഗിൽ, വർക്ക് സെറ്റിംഗ്സിൽ, അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ സെറ്റിംഗ്സിൽ പേഴ്സണാലിറ്റി ആറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. ബ്ലോക്ക് 3 ലീഡർഷിപ്പ് ആൻഡ് ടീം ബിൽഡിംഗ്, എങ്ങനെയാണ് ലീഡർഷിപ്പിന്റെ ക്വാളിറ്റീസും കാര്യങ്ങളും ക്യാരക്ടറിസ്റ്റിക്സും ടീം ബിൽഡ് ചെയ്യൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. ബ്ലോക്ക് 4 ലേണിംഗ് പ്രോസസ് ആൻഡ് മോട്ടിവേഷൻ ഇൻ ഓർഗനൈസേഷൻ ബിഹേവിയർ, ഓർഗനൈസേഷൻ ബിഹേവിയറിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സെറ്റിംഗ്സിൽ എങ്ങനെയാണ് ലേണിംഗ് പ്രോസസ്സും മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിൽ വരുന്ന സെക്കൻഡ് പേപ്പർ ആണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. അവിടെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണെന്നുള്ളതായിരിക്കും ബ്ലോക്ക് 1 ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ബ്ലോക്ക് 2 സ്റ്റെപ്പ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ബ്ലോക്ക് 3 ഹ്യൂമൻ റിസോഴ്സ് ലോസ് എന്തൊക്കെയാണ്. അതുപോലെ ബ്ലോക്ക് 4 ഇമ്പോർട്ടൻസ് ഓഫ് HR പ്ലാനിങ് ഒക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ദെൻ അതിൽ വരുന്ന 3rd പേപ്പർ ആണ് ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ്. അപ്പോൾ ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ബ്ലോക്ക് 1. ബ്ലോക്ക് 2 അതിന്റെ അസംഷൻസ്, ബിലീഫ്സ്, വാല്യൂസ് ഒക്കെയാണ് പറയുന്നത്. ബ്ലോക്ക് 3 അനാലിസിസ് ആൻഡ് മാനേജിംഗ് ഓഡിറ്റ് പ്രോസസ്. ആൻഡ് ബ്ലോക്ക് 4 ഓർഗനൈസേഷൻ ഡെവലപ്മെന്റിന്റെ ഇന്റർവെൻഷൻസ് ഒക്കെ എന്തൊക്കെയാണ്. ഈ 3 പേപ്പറാണ് ഓർഗനൈസേഷൻ സൈക്കോളജിയിൽ പഠിക്കാനുള്ളത്. പിന്നെ അതിലും വരുന്നുണ്ട് ഇന്റേൺഷിപ്പ്, പ്രൊജക്റ്റും കാര്യങ്ങളും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അക്ഷര മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോ MPC 0 നമ്മളുടെ കൗൺസിലിംഗിലായിട്ടുള്ള ഒരു പേപ്പർ മിസ്സിംഗ് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ട് ആദ്യം ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അതില് നെക്സ്റ്റ് സെഗ്മെന്റിലോട്ടേക്ക് പോവാം. അപ്പോൾ നമുക്കറിയാം എല്ലാ സബ്ജക്റ്റിലും ഉള്ളതുപോലെ തന്നെ ക്ലിനിക്കലിൽ 3 മെയിൻ കോർ ആയിട്ടുള്ള ക്ലിനിക്കൽ ഏരിയാസ് ഉള്ള 3 പേപ്പറും അതുപോലെ തന്നെ കൗൺസിലിംഗിൽ 3 പേപ്പറും ഉണ്ടാവും.
അപ്പൊ അതില് നമുക്ക് നോക്കുവാണെങ്കിൽ ഓൾറെഡി 3 പേപ്പറിലുള്ള മെയിൻ പേപ്പർ 3 അതിന്റെ കൂടെ പോസിറ്റീവ് സൈക്കോളജിയോ അതല്ലെങ്കിൽ നമ്മൾ പ്രോജക്റ്റോ ആണ് എടുക്കുന്നത്. അപ്പോ ഓൾറെഡി നമ്മൾ 3 പേപ്പറിൽ പോസിറ്റീവ് സൈക്കോളജി പറഞ്ഞു, അതിന്റെ കൂടെ 2 കോർ പേപ്പേഴ്സിന്റെ കാര്യവും നൂറ മാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ആയിട്ടുള്ള നമ്മൾ മിസ് ഔട്ട് ആയ ഒരു പേപ്പറാണ് അസസ്മെന്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു പേപ്പർ, MPCE 022 എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. അപ്പൊ ആ ഒരു പേപ്പറിൽ ഇപ്പൊ നമുക്ക് ഓൺഗോയിങ് ആയിട്ട് ലൈവ് പോകുന്ന ഒരു പേപ്പർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് സ്റ്റഡീസ് എല്ലാം ലേശം ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവുന്ന ഒരു പേപ്പർ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അതിൽ ഫസ്റ്റത്തെ ആ ഒരു ബ്ലോക്കിൽ നമുക്ക് എന്താണ് അസസ്മെന്റ്, എന്താണ് ഗൈഡൻസ് എന്നൊക്കെ ഉള്ള ഒരു ബേസിക് ഐഡിയ തരിക എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ആ ഒരു സബ്ജക്ട് സ്റ്റാർട്ടിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ബ്ലോക്കിൽ ഇൻട്രൊഡക്ഷൻ ആണ്, എന്താണ് അസസ്മെന്റ്, എന്താണ് ഗൈഡൻസ് എന്നൊക്കെ ഉള്ള ഒരു ബേസിക് ഐഡിയ തരിക, ഒരു ഡെഫിനിഷൻ തരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളുടെ ഒന്നാമത്തെ ബ്ലോക്ക് ഉള്ളത്. അതിൽ തന്നെ നമുക്ക് അസസ്മെന്റിന്റെ കോംപ്ലക്സിറ്റീസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അസസ്മെന്റ് കണ്ടക്ട് ചെയ്യേണ്ടതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് ബ്ലോക്ക് 1 പഠിക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് ബ്ലോക്കിലോട്ടേക്ക് വരുവാണെങ്കിൽ നമുക്ക് അപ്രോച്ചസ് ആണ്, അതായത് നമ്മൾ അസസ്മെന്റ് എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലിനിക്കൽ കൗൺസിലിംഗിലോട്ടേക്ക് വരുന്ന സമയത്ത് എല്ലാത്തിനും ഒരു ഒരു തിയറി ബാക്ക്ഗ്രൗണ്ട് വേണം, ഒരു അപ്രോച്ചിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഓഫ് തിയറി വേണം. അപ്പോൾ ഏതൊക്കെ തിയറീസ് ആണ് ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്തത്, ഏതൊക്കെ തിയറീസ് ആണ് ഇത് അപ്ലൈ ചെയ്ത് നമ്മൾ ഈ ഒരു കണ്ടീഷനിലോട്ടേക്ക് നമ്മൾ ഈ ഒരു കൗൺസിലിംഗ് സെഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇതിന്റെ അടിത്തറ എവിടെയാണ് എന്നൊക്കെയാണ് നമുക്ക് ബ്ലോക്ക് 2 നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഒരു തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക് എങ്ങനെയൊക്കെയാണ് കൊടുത്തത്, അത് ഏതൊക്കെ തിയറീസ് ആണുള്ളത്, കുറച്ച് നമുക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കാം, പക്ഷെ അതിന്റെ ഒരു കുറച്ചും കൂടെ അപ്ലിക്കേഷൻ ലെവലിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ബ്ലോക്ക് 2 തന്നെ ഇന്റർവ്യൂ, കേസ് ടേക്കിംഗ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കളക്ഷൻ ഓഫ് ഡാറ്റാസിന്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പേഴ്സൺ സെന്റേർഡും നറേറ്റീവ് അപ്രോച്ചും എങ്ങനെയാണ് നമുക്ക് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എങ്ങനെയാണ് കൗൺസിലിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും നമുക്ക് രണ്ടാമത്തെ ബ്ലോക്കിൽ പഠിക്കാനുണ്ട്. ഇനി കമ്മിങ് ടു ബ്ലോക്ക് 3യിൽ നമുക്ക് അസസ്മെന്റ് ആൻഡ് ഗൈഡൻസിന്റെ മേജർ ആയിട്ട് നമ്മൾ ഏതൊക്കെ ഏരിയാസിലാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഗൈഡൻസ് ഇപ്പൊ നമുക്ക് ബ്ലോക്ക് 1ലും ബ്ലോക്ക് 2ലും നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തത് അസസ്മെന്റ്സിനെ പറ്റിയിട്ടായിരുന്നു. ആൻഡ് ബ്ലോക്ക് 3യിലോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യാം ഗൈഡൻസിനെ പറ്റിയിട്ടാണ്. കാരണം അസസ്മെന്റ് കൂടുതലും നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്സിലും കാര്യങ്ങളിലൊക്കെയാണ് കൊണ്ടുവരിക. പക്ഷെ ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ ഗൈഡൻസ് നോക്കുവാണെങ്കിൽ ഒരു വൊക്കേഷണറി അല്ലെങ്കിൽ നമ്മളുടെ ഒരു കോഴ്സ് എടുക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കരിയറിലോട്ടുള്ള ഷിഫ്റ്റ് ചെയ്യാനോ, അപ്പൊ അതിനൊക്കെ നമ്മൾ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഗൈഡൻസ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഗൈഡൻസിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് നമ്മളുടെ മൂന്നാമത്തെ ബ്ലോക്ക്. ഇതിൽ കരിയർ ഡിസിഷൻ മേക്കിങ്ങിന്റെ കാര്യവും അതുപോലെ തന്നെ കരിയർ സ്വിച്ച് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു നമ്മൾ കേട്ടിട്ടുണ്ടാവും കരിയർ കൗൺസിലേഴ്സ് എന്നൊക്കെ ഉള്ള ഒരു പോസ്റ്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു ബേസിക് ഔട്ട് സ്ട്രക്ചർ ആണ് നമ്മളുടെ മൂന്നാമത്തെ ബ്ലോക്ക്. ആൻഡ് കമ്മിങ് ടു ഫോർത്ത് ബ്ലോക്ക്, ഓർഗനൈസിങ് ആൻഡ് പ്ലാനിങ് കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് ആണ് നാലാമത്തെ ബ്ലോക്ക് വരുന്നത്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഗൈഡൻസും അസസ്മെന്റ്സും ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു അൾട്ടിമേറ്റ് കൺക്ലൂഷനിലോട്ടേക്ക് നമ്മൾ എങ്ങനെ എത്തിക്കും, അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ പേർപ്പസ് എങ്ങനെയാണ്, ഇത് എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം, സ്കൂളുകളിലാണെങ്കിലോ എവിടെയാണെങ്കിലോ അല്ലെങ്കിൽ ഏത് കാറ്റഗറി ഓഫ് പീപ്പിളിലാണ് നമ്മൾ ഓരോ രീതിയിലുള്ള അസസ്മെന്റ് ഗൈഡൻസ് ഒക്കെ നമ്മൾ ചെയ്യുക, അതൊക്കെ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക എന്നൊക്കെയാണ് നമ്മുടെ ലാസ്റ്റ് ബ്ലോക്കിൽ വരുന്നത്. 4 ബ്ലോക്കും അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള പേപ്പർ ആണെങ്കിൽ പോലും നമുക്ക് കണ്ടന്റ് വളരെ കുറവാണ്. കൗൺസിലിംഗ് സൈക്കോളജി എന്നുള്ള ഒന്നാമത്തെ പേപ്പർ പോലെ തന്നെ കണ്ടന്റ് കുറവാണ്, പക്ഷെ പഠിക്കാനുള്ളത് പോലെ നമുക്ക് തോന്നും. പക്ഷെ കണ്ടന്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. നമ്മുടെ ഫസ്റ്റ് ഇയർ പേപ്പേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പേപ്പർ കണ്ടന്റ് അത്യാവശ്യം കുറവാണ്. ക്ലിയർ ആയി വിചാരിക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. നമ്മൾ ഇപ്പൊ ഓൺഗോയിങ് ആയിട്ടുള്ള പേപ്പർ ആയതുകൊണ്ട് ഫർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവില് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാം കേട്ടോ. അപ്പോ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളുടെ അൾട്ടിമേറ്റ്ലി നമ്മൾ വരുന്ന മേജർ ആയിട്ടുള്ള എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ സിലബസിന്റെ ഒരു ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എന്താണ് സിലബസിന്റെ അപ്പുറത്തോട്ടേക്ക് നമ്മൾ തിയറി പേപ്പേഴ്സിന്റെ അപ്പുറത്തോട്ടേക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിച്ച ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബേസിക്കലി അല്ലെങ്കിൽ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും എന്തൊക്കെയാണ് നമ്മളൊരു ഇയർ കംപ്ലീഷന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിക്ക് ചെയ്യേണ്ടത്. നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ 1 ഇയർ പ്രോഗ്രാം ആണ്. 1 ഇയർ പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യമാണ് അറ്റൻഡൻസ് ആൻഡ് സബ്മിഷൻസ്. അതായത് ചില കാര്യങ്ങൾക്ക് നമ്മൾ അറ്റൻഡൻസും അതുപോലെ സബ്മിഷന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അസൈൻമെന്റ്സിന്റെ ഇമ്പോർട്ടൻസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ടേം ആൻഡ് എക്സാമിനേഷൻ അതുപോലെ ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിങ്ങിന്റെ കാര്യമാണ് ബേസിക്കലി ഇന്നത്തെ ഈ ഒരു സെഷനിൽ മേജർലി ഡിസ്കസ് ചെയ്യുന്നത്.
ഇനി അറ്റൻഡൻസിന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് ഡിസ്റ്റൻസ് ആണ്, നമുക്ക് ഇവിടെ എന്താണ് അറ്റൻഡൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അറ്റൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഓറിയന്റേഷൻ ക്ലാസ്സസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വെൽക്കം ക്ലാസ് പോലെയുള്ള ഒരു കോൺടാക്ട് സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് സ്റ്റഡി സെന്റേഴ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അതിന്റെ അറ്റൻഡൻസ് മാൻഡേറ്ററി അല്ലെങ്കിൽ പോലും, പക്ഷെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അറ്റൻഡൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റൻഡൻസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാക്ടിക്കൽസിനാണ്. കാരണം നിങ്ങളുടെ ഫസ്റ്റ് ഇയർ പ്രാക്ടിക്കൽസ് ഇതുവരെ കഴിയാത്ത ആൾക്കാരായിരിക്കാം നിങ്ങൾ. സെക്കൻഡ് ഇയറിനും പ്രാക്ടിക്കൽ ഉണ്ട്, ഫസ്റ്റ് ഇയറിനും പ്രാക്ടിക്കൽ ഉണ്ട്. പ്രാക്ടിക്കലിന്റെ ക്ലാസ് നിങ്ങളെ ഒരു ഗ്രൂപ്പുകളായിട്ട് സ്റ്റഡി സെന്ററിൽ തിരിച്ച് ആയിരിക്കും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോ നിങ്ങളുടെ മെയിലും നിങ്ങളുടെ വാട്സപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റഡി സെന്ററിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മെയിലും ഇനി അങ്ങോട്ടേക്ക് ചെക്ക് ചെയ്യുക. കാരണം ഓരോ സ്റ്റഡി സെന്റേഴ്സ് നിങ്ങളെ ഓരോ ഗ്രൂപ്പുകളായി, എല്ലാവർക്കും ഒരേ സമയത്ത് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, നിങ്ങളെ ഗ്രൂപ്പിനെ ആദ്യം വിളിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങൾ അലേർട്ട് ആയിരിക്കാം, മെയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ 2 സെഷനിലായിട്ടോ അല്ലെങ്കിൽ 2 മുതൽ 4 സെഷൻ വരെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കലിന്റെ ക്ലാസ് യൂഷ്വലി തരാറ്. അത് ടൈം ടു ടൈം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അവൈലബിലിറ്റി അനുസരിച്ചോ അല്ലെങ്കിൽ സ്റ്റഡി സെന്ററിന്റെ അപേക്ഷിച്ചോ ഇത് 2 ക്ലാസ്സുകളിലേക്കും അല്ലെങ്കിൽ ചിലപ്പോൾ 4 ക്ലാസ്സുകളിലേക്കും പോവാറുണ്ട്. മോസ്റ്റ്ലി 2 ക്ലാസ് ഒക്കെയാണ് കൊടുക്കാറ്. അപ്പൊ എന്താണ് ഇതിൽ മേജർലി പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കാണിച്ചു തരും, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരും. ഇപ്പൊ നമ്മൾ നേരത്തെ നൂറ മാം ആ ഒരു PPT-യിൽ നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് പ്രാക്ടിക്കൽസിന്റെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും 4 എണ്ണോ അല്ലെങ്കിൽ ഒരു 4-ൽ കൂടുതൽ ഒരു 6 എണ്ണത്തിലൊക്കെ മാക്സിമത്തിൽ ഒതുക്കുകയുള്ളൂ. എന്നിട്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് പ്രാക്ടിക്കൽ എന്നുള്ളത് അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരും. അതിനുശേഷം നമ്മളെടുത്ത് അത് തന്നെ ചെയ്തിട്ട് അവിടുന്ന് റിപ്പോർട്ട് എഴുതി എടുക്കാൻ വേണ്ടിയിട്ട് പറയും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് പോലെ ആ ഒരു റിപ്പോർട്ട് റെക്കോർഡ് ബുക്കിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യുക. അതിന്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും നിങ്ങൾക്ക് അവിടെ നേരിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് തരും. അതെങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ ഉള്ളൊരു ക്ലാരിറ്റി ആ ഒരു ദിവസം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ അറിയാം നമ്മൾ പ്രാക്ടിക്കൽസിന് മാൻഡേറ്ററി ആയിട്ട് പോകണം, വിളിക്കുന്ന അതേ ദിവസം തന്നെ നമ്മൾ മാക്സിമം എത്തുന്നുണ്ട് എന്നുള്ള കാര്യം നോക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെക്കോർഡ് വർക്കാണ്. റെക്കോർഡ് വർക്ക് നമ്മളുടെ അസൈൻമെന്റ് ഒക്കെ വെക്കുന്നത് പോലെ നമ്മൾ പ്രാക്ടിക്കലിന്റെ ദിവസം നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ റെക്കോർഡും വേണം. പ്രാക്ടിക്കൽ നമ്മൾ ആ ഒരു ദിവസം എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച നമുക്ക് പ്രാക്ടിക്കലിന്റെ ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയുടെ ഉള്ളിലോ അല്ലെങ്കിൽ അതിനുശേഷമോ അവർ നിങ്ങളുടെ അടുത്ത് പറയും നിങ്ങൾക്ക് ഒരു 2 വീക്സ് കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ എക്സാം ഉണ്ടാവും. എക്സാം എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് എന്താണോ പഠിപ്പിച്ചത് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കൽ കൊണ്ടുള്ള ഉദ്ദേശം. ആൻഡ് അവിടുന്ന് നിങ്ങൾ ജസ്റ്റ് റെക്കോർഡിൽ എഴുതിയതുപോലെ തന്നെ അതിന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. വൈവ ആയിട്ട് വേണമെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസ് ആ ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ആ ഒരു ടെസ്റ്റുമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വൈവക്കും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ റെക്കോർഡ് എഴുതേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു അറ്റൻഡൻസിന്റെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സെക്കൻഡ് ഇയറിലോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ഇന്റേൺഷിപ്പ് എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ലാരിറ്റി വന്നാലും നമുക്ക് ഒരുപാട് ഡൗട്ടുകൾ വരുന്ന ഒരു ഏരിയ ആണ് നമ്മളുടെ ഇന്റേൺഷിപ്പ്. ഒരുപാട് ക്വയറീസ് ആണ് നമുക്ക് ഇന്റേൺഷിപ്പ്. നമ്മൾ പെട്ടെന്ന് ഒരു സെക്കൻഡ് ഇയറിലോ ആകുമ്പോൾ കുറെ ആൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു, ഞാൻ എവിടെയാ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഒരുപാട് ക്വയറീസ് വരുന്ന ഒരു ഏരിയ തന്നെയാണ്. നമുക്ക് സെക്കൻഡ് ഇയറിൽ പ്രോജക്റ്റ് വർക്ക് ഉണ്ട്. പ്രോജക്റ്റ് വർക്കും അതിന്റെ നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രമേ പ്രോജക്റ്റ് വർക്ക് വരുള്ളൂ. ആൻഡ് നമ്മൾ ഇന്റേൺഷിപ്പിന്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് 240 ഹവേഴ്സിന്റെ ഒരു അറ്റൻഡൻസ് അവിടെ മാൻഡേറ്ററി ആണ്. നമ്മൾ അവര് പറയുന്ന ഒരു സ്ഥലത്ത് ചെയ്യണം എന്നില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ അവിടെ പോയിട്ട് നേരിട്ട് പോയിട്ട് അവരുടെ പെർമിഷനോട് കൂടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു NGOസോ അല്ലെങ്കിൽ നമുക്കുള്ള ഒരു ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അവരുടെ പെർമിഷനോ അവരുടെ ലെറ്ററും കാര്യങ്ങളൊക്കെ വരണം. അതിലോട്ടേക്ക് നമുക്ക് പിന്നെ വരാം, ഇതിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ജസ്റ്റ് അറിയാം ഇന്റേൺഷിപ്പിന്റെ 240 ഹവേഴ്സ് അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ്. പ്രാക്ടിക്കലിന്റെ അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ്. പ്രാക്ടിക്കൽസിന്റെ 100% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രാക്ടിക്കൽ എക്സാം എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ അവരെന്തെങ്കിലും ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ വെക്കുവാണെങ്കിൽ അത് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഇൻ കേസ് എന്തെങ്കിലും നമുക്കുള്ള ഡിസ്കംഫർട്ടോ അല്ലെങ്കിൽ നമ്മൾ നാട്ടിലില്ല അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഒഴിഞ്ഞുകൂടാൻ പറ്റാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പ് അഡ്മിൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ അവിടത്തേക്ക് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു സമാധാനമായിട്ട് ഇരിക്കാം. ഇൻ കേസ് അവർ എന്തിലാണ് മാർക്ക് കൂട്ടുന്നതോ അല്ലെങ്കിൽ കുറക്കുന്നതോ നമുക്ക് പറയാൻ പറ്റില്ല. കോൺടാക്ട് ക്ലാസ്സുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെയുള്ള ഒരു കാര്യമാണ് അസൈൻമെന്റ്സ്. ഓൾറെഡി അസൈൻമെന്റ്സ് വെച്ച ആൾക്കാരായതുകൊണ്ട് കൂടുതലായിട്ട് നിങ്ങൾക്കൊന്നും ഇതിലോട്ടേക്ക് പറയണമെന്ന് ഇല്ലാന്ന് തോന്നുന്നു. കാരണം അസൈൻമെന്റ്സ് നമുക്കറിയാം ഫസ്റ്റ് ഇയറിലെ പോലെ തന്നെ എല്ലാ പേപ്പേഴ്സിനും നമുക്ക് അസൈൻമെന്റ്സ് ഉണ്ട്.
അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഉള്ള അതേ ഒരു ഫോർമാറ്റിലാണ്, ഡിസ്ക്രിപ്റ്റീവ് ലെവലിലാണ് അസൈൻമെന്റ്സ് ഉണ്ടാവുക. അസൈൻമെന്റ്സിന്റെ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടോട്ടൽ മാർക്കിനോട് ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. 100 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫോർമാറ്റിലായിരിക്കും. അതൊരു 35% മാർക്കുകൾ നമ്മൾ എന്തായാലും വാങ്ങണം. യൂഷ്വലി നമുക്ക് സബ്മിഷൻ എന്നുള്ളത് നമ്മളുടെ എക്സാമിന്റെ മുമ്പ്, അതായത് നിങ്ങളുടെ ബാച്ചിന് ഇനി അസൈൻമെന്റ് സബ്മിഷൻ വരിക മാർച്ച് 2026 അപ്പൊ അതിന് മുമ്പേ ആയിട്ട് നിങ്ങൾ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് പോവാ. ബിക്കോസ് നമുക്ക് സമയം ഒരുപാട് ഉണ്ടെങ്കിലും, കാരണം 4 സബ്ജക്റ്റേ നമുക്ക് പഠിക്കാനുള്ളതുണ്ടെങ്കിലും നമുക്ക് ഇന്റേൺഷിപ്പ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇത് ലാഗ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സബ്ജക്ട് കഴിഞ്ഞ ഉടനെ തന്നെ അതിന്റെ അസൈൻമെന്റ്സ് എഴുതാനുള്ള ആ ഒരു പ്രൊസീജിയർ നിങ്ങൾ ഫോളോ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോവാം. പിന്നെ ടേം ആൻഡ് എക്സാമിനേഷൻ ആണ്. നമുക്ക് ഇയർ വൈസ് തന്നെയാണ് എക്സാം വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ഇയർ ജൂൺ 2026 എക്സാം വരിക. അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് അറിയാം, ജൂലൈയിലും ഡിസംബറിലും എക്സാം നമുക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ജൂണിലും ഡിസംബറിലും നമുക്ക് എക്സാം ആണ്. അപ്പൊ നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്ന എക്സാം ജൂൺ 2026 അപ്പോ ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസൈൻമെന്റ്സ് എല്ലാം വെക്കണം. നിർബന്ധമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എല്ലാ എക്സാംസിനും അസൈൻമെന്റ് വെച്ചാലാണ് നമ്മളുടെ ആ ഒരു എക്സാം പേപ്പർ തന്നെ വാല്യൂ ചെയ്യുള്ളൂ. സോ അസൈൻമെന്റ്സ് അത്രയും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ അസൈൻമെന്റ് വെക്കാതെ എക്സാം എഴുതാം എന്ന് വിചാരിക്കേണ്ട. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാമിന്റെ അപ്ലിക്കേഷൻ ആണ്. നമുക്കറിയാം എക്സാം സൈക്കിള് ജസ്റ്റ് ഒന്ന് എക്സാം പോർട്ടൽ തുറന്നു കഴിഞ്ഞാൽ എക്സാമിന് ഭയങ്കര ക്യൂവും ഭയങ്കര ബഹളവും ആയിരിക്കും. നമുക്ക് സീറ്റ് കിട്ടാത്തതിന്റെ ഒരു അവസ്ഥ എല്ലാ വർഷവും കാണുന്നുണ്ട്. അപ്പോൾ എക്സാം പോർട്ടൽ തുറന്ന ഉടനെ തന്നെ നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ എക്സാമിന് അപ്ലൈ ചെയ്താലാണ് നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. പിന്നെ അസൈൻമെന്റ് വെക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ മേജർലി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പാസ് മാർക്കിന്റെ കാര്യം വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. നമുക്ക് 50 സെക്കൻഡ് ഇയറിലും എക്സാം വരിക. അതിൽ 20 മാർക്സ് ആണ് നമ്മളുടെ ഒരു പാസ് മാർക്ക് ആയിട്ട് വരുന്നത്. ഇപ്പൊ നമ്മളുടെ 100 നമ്മളുടെ അസൈൻമെന്റ്സ് വരിക. അസൈൻമെന്റ്സിൽ നമ്മളുടെ പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഇവിടെ നമ്മൾ ടോട്ടലി ഒരു 35% എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇത് രണ്ടും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടാണ് നമ്മളുടെ ഓവറോൾ ഗ്രേഡ് കാർഡിൽ നമുക്കിത് റിഫ്ലക്ട് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ അസൈൻമെന്റ്സിന്റെ മാർക്കുകളും നമ്മളുടെ ഓവറോൾ ഗ്രേഡ് കാർഡിൽ റിഫ്ലക്റ്റഡ് ആവുന്ന ഒരു കാര്യമാണ്. സോ അതും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇനി നെക്സ്റ്റ് ഒരു കാര്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് ആണ്. നമ്മളുടെ ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റത്തിനെ രണ്ടായിട്ട് തരംതിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ടെസ്റ്റുകളും പ്രോജക്റ്റുകളും അസൈൻമെന്റ്സും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കാര്യത്തിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയാം. നമുക്ക് ക്ലാസ് ടെസ്റ്റ് ഒന്നും ഇല്ല. നമുക്ക് ഇവിടെ എന്താണ്, നമുക്ക് അസൈൻമെന്റ്സും അതുപോലെ തന്നെ പ്രോജക്റ്റും ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് മെൻഷൻ ചെയ്തത്. കാരണം നമുക്ക് എക്സാമിന്റെ മുമ്പേ ആയിട്ട് ഒരു ഇവാലുവേഷൻ എന്നുള്ള രീതിയിലാണ് അസൈൻമെന്റ്സിനെയും അതുപോലെ തന്നെ പ്രോജക്റ്റിനെയും കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മാൻഡേറ്ററി ആയിട്ടുള്ള ടേം ആൻഡ് എക്സാമിനേഷനും അതിന്റെ ഗ്രേഡിംഗ് സിസ്റ്റവും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇനി നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാലുവേഷൻ സിസ്റ്റം ആണ്. ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MA സൈക്കോളജി സെക്കൻഡ് ഇയറിലോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് 4 തിയറി പേപ്പേഴ്സ് ഉണ്ട്. അതായത് 3 കോർ സബ്ജക്ട് പ്ലസ് 1 പോസിറ്റീവ് സൈക്കോളജി പേപ്പർ. അതല്ലെങ്കിൽ 3 പേപ്പേഴ്സ് പ്ലസ് 1 പ്രോജക്ട് എന്നുള്ള രീതിയിലായിരിക്കും. അതിന്റെ കൂടെ നമ്മളുടെ പ്രാക്ടിക്കൽസ് ഉണ്ടാവും. പിന്നെ അതുപോലെ ഇന്റേൺഷിപ്പ് നിർബന്ധമായിട്ട് എല്ലാവർക്കും ഉണ്ടാവും. ഇൻ കേസ് പോസിറ്റീവ് സൈക്കോളജി എടുത്തില്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്നതാണ് നമ്മളുടെ ഒരു പ്രോജക്റ്റ് ആയിട്ടുള്ളത്. ഇനി ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ റിസൾട്ട് ആയിട്ട് നമ്മൾ ഫസ്റ്റ് സെഷനിൽ തന്നെ നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ മാർക്കിന്റെ കൂടെ നമ്മുടെ അസൈൻമെന്റ് മാർക്സും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടാണ് നമ്മുടെ ഓവറോൾ ഗ്രേഡ് മാർക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. 30% ആണ് നമ്മളുടെ അസൈൻമെന്റ്സിന്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു വെയിറ്റേജ്. നമ്മളുടെ തിയറി എക്സാമിന് നമ്മൾ എഴുതുന്ന മാർക്കിനെ നമ്മൾ അവര് 100 മാർക്കിലോട്ടേക്ക് കൺവേർട്ട് ചെയ്ത് പിന്നെ അതിനെ 70%ലോട്ടേക്ക് മാറ്റിയിട്ട് അതിന്റെ കൂടെ 30% ഓഫ് അസൈൻമെന്റ്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ഗ്രേഡ് കാർഡിൽ റിഫ്ലക്ട് ചെയ്യുക. ഇതിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ഒന്നും ആവണ്ട. നമ്മൾ 50 മാർക്കിൽ എക്സാം എഴുതിയിട്ട് നമുക്ക് അതിന്റെ റിസൾട്ടിന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. ഇത് ബാക്കിയൊക്കെ യൂണിവേഴ്സിറ്റി ചെയ്തോളും. സോ അതിനെപ്പറ്റി ബോധഡ് ആവണ്ട. പക്ഷെങ്കിൽ അതിൽ ഹയർ പെർസെന്റേജ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യാട്ടോ. പിന്നെ നമ്മൾ കുറച്ചും കൂടെ ലേൺ വൈസിലോട്ടേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയറിലെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ സെക്കൻഡ് ഇയറിലും നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ നമ്മൾ വരുന്ന സമയത്ത് മെയിൻ ആയിട്ടുള്ള ഒരുപാട് കോർ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ മെയിൻ ആയിട്ടുള്ള കോർ പേപ്പേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് ലെവൽ ഓഫ് ലേണിംഗ് ആവശ്യമായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫസ്റ്റ് ഇയറിലെ പോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമ്മുടെ പ്രൈമറി റിസോഴ്സ് ആയിട്ട് കൊടുക്കുന്നത്.
അതുപോലെ തന്നെ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ. ലൈവ് റിവിഷൻ ക്ലാസ്സുകളുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സിൽ പഠിക്കുന്നത് അതിനെയൊക്കെ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് ഒന്ന് റിവൈസ് ചെയ്യുന്ന ഏരിയ ആണ്. കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ചോദിക്കാം. പിന്നെ വരുന്ന ഒരു നമ്മൾ കൊടുക്കുന്ന സെക്കൻഡറി റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ആഡഡ് നോട്ട്സ് ആണ്. ഓരോ ലെസൺ കഴിഞ്ഞതിന് ശേഷവും നമ്മൾ വാല്യൂ ആഡഡ് നോട്ട്സ് കൊടുക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ വാല്യൂ ആഡഡ് നോട്ട്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞ് അതിന്റെ ലെക്ചർ നോട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ശേഷം ആ വാല്യൂ ആഡഡ് നോട്ട്സും കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു സബ്ജക്റ്റിന്റെ ഒരു എക്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു സാധനം നിങ്ങൾക്ക് കിട്ടും. അതാണ് വാല്യൂ ആഡഡ് നോട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് വരുന്ന സമയത്ത് എക്സാം PD ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ എത്രയും പഠിച്ചിട്ട് കാര്യമില്ല, നമ്മൾ പരീക്ഷ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ പഠിച്ചു കഴിഞ്ഞാലാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുക. അപ്പൊ അതിൽ സ്പെഷ്യൽ ഗൈഡ്, എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഏരിയാസും അതുപോലെ തന്നെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസിന്റെ ഏരിയാസും ഒക്കെ കൊടുത്ത ഒരു ഏരിയ ആണ്. അപ്പൊ നിങ്ങൾ ഒരു സബ്ജക്ട് തീരുന്ന ദിവസം തന്നെ എക്സാം PDസും അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡ്സും റെഫർ ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം അസൈൻമെന്റ് ആൻസേഴ്സ് ആൻഡ് ഗൈഡ് ബുക്ക് ആണ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞതുപോലെ തന്നെ അസൈൻമെന്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഗൈഡ് ബുക്ക് നമ്മൾ ഗൈഡ് ബുക്കിന്റെ ആ ഒരു ഏരിയയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ ആൻസർ ഫോർമാറ്റിലായിരിക്കും ഗൈഡ് ബുക്ക് ഉണ്ടാവുക. അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഡിസ്ക്രിപ്റ്റീവ് ലെവലിലായിരിക്കും തന്നെ പോകുന്നുണ്ടാവുക. അപ്പൊ അത് കുറച്ചും കൂടെ നിങ്ങൾ നിങ്ങളതായ രീതിയിൽ കുറച്ചുകൂടെ കോൺട്രിബ്യൂഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹയർ മാർക്സ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ഓൾറെഡി നമ്മൾ കൊടുത്ത ഗൈഡ് ബുക്ക് അങ്ങനെ ഡിറ്റോ അടിച്ച് വെക്കാതെ കുറച്ചും കൂടെ നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ഒരു ക്രിയേറ്റീവ് എന്നുള്ള രീതിയിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നുള്ളത് നമ്മളെ മെയിൻ ആയിട്ടുള്ള ടൂൾ ആൻഡ് സപ്പോർട്ട് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മളെ പ്രീവിയസ്ലി നമ്മൾ ചെയ്ത ഒരു കാര്യം തന്നെയാണ്. അതായത് PYQs എന്ന് പറയും. നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ഇയറിന് കണ്ട ഒരു കാര്യമായിരിക്കും. എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നമുക്ക് ലാസ്റ്റ് മൊമെന്റിൽ കിട്ടുന്നത് PYQൽ കൂടെ തന്നെയാണ്. പിന്നെ ഇഗ്നു മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ഇഗ്നു ഹെൽപ്പ് ഡെസ്കും കാര്യങ്ങളും ഉണ്ടാവും. ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാംസും co-curricular ആക്ടിവിറ്റീസും അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ എക്സാം ഒരു ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നടത്തുന്നുണ്ടാവും. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ. കാരണം ആ ഒരു ലാസ്റ്റ് മൊമെന്റിൽ നമുക്ക് എക്സാം സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ തിക്ലി പാക്ഡ് ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മളുടെ ആ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും അല്ലെ ഒരുപാട് ക്വയറീസ് ഇപ്പൊ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാവുന്നതാണ്. കാരണം ഇന്റേൺഷിപ്പ് പ്രോജക്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഡൗട്ട്സുകൾ വരുന്ന ഒരു ഏരിയ ആണ്. മാം, പ്രാക്ടിക്കൽ എക്സാം വരുന്നത് ഇതിലെ ഏത് തിയറി പേപ്പറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? നമുക്ക് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഓർമ്മയുണ്ടായിരുന്നു. നമുക്ക് MPC 007 എന്ന് പറഞ്ഞൊരു പേപ്പർ ആണ്. ലൈക്ക് അത് ഒന്നിന്റെയും ഭാഗമല്ല, നമുക്ക് അതൊരു എക്സ്ട്രാ പേപ്പർ ആണ്. അതിന് പ്രത്യേകിച്ച് ഒരു ടെക്സ്റ്റ് ബുക്കും നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ കൈ കിട്ടിയിട്ടുണ്ടല്ലോ, ഓർമ്മയില്ലേ? ഒരു ഹാൻഡ് ബുക്ക് ആയിട്ട് കിട്ടിയത്. അതൊരു എക്സ്ട്രാ പേപ്പർ ആണ്. ഇതിൽ ചിലപ്പോ നമ്മളിപ്പോ നൂറ മാം പറഞ്ഞതുപോലെ നമ്മൾ പഠിച്ച കുറെ എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇത് എൻറ്റയർലി ഒരു ഡിഫറെന്റ് പേപ്പർ ആണ്. ഇതിൽ ഇന്ന ഒരു പേപ്പറിന്റെ ഒരു കണ്ടന്റോ അല്ലെങ്കിൽ ഇന്നതിന്റെ കണ്ടന്റോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് എൻറ്റയർലി വേറൊരു സബ്ജക്റ്റ് ആണ്. ഇതിൽ ചിലപ്പോ ബാക്കിയുള്ള നമ്മൾ പഠിച്ച ഏരിയാസിന്റെ എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് നോക്കുവാണെങ്കിൽ ഇത് എൻറ്റയർലി ഡിഫറെന്റ് പേപ്പർ ആണ്. നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോഴും MPC 007 എന്ന എക്സാമിന് അപ്ലൈ ചെയ്തത് ഓർക്കുന്നില്ലേ? ഓക്കെ. അതുപോലെ മാം, ഇതില് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി 100 മാർക്കിലല്ലേ നമുക്ക് വരുന്നത്? അതെ അതെ അതെ, അത് 100 മാർക്കിലായിരിക്കും വരാം. അപ്പൊ അതിന്റെ നമുക്ക് പരീക്ഷയുടെ അവേഴ്സും വ്യത്യാസം ഉണ്ടാവും. അതായത് നമ്മൾ 2 മണിക്കൂർ എന്നുള്ളത് 3 മണിക്കൂറിലോട്ടേക്ക് മാറും. ഇന്റേൺഷിപ്പിന്റെ റിപ്പോർട്ട് നമ്മൾ ഏത് സമയത്താണ് അത് ഫൈനലി അവിടെ കൊടുക്കേണ്ടി വരിക? ഓക്കെ. അപ്പൊ ഇന്റേൺഷിപ്പിന്റെ മുമ്പേ ആയിട്ട് നമ്മൾ ഇപ്പൊ സ്റ്റഡീസ് ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് വിചാരിക്കാം, നിങ്ങൾ കലൂറിലുള്ള ഒരു ലേണർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ ഇന്റേൺഷിപ്പ് ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് റീ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക. അതായത് അവര് നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതായത് നിങ്ങൾക്ക് അവിടുന്ന് ഒരു അക്കാഡമിക് കൗൺസിലേഴ്സിനെ അസൈൻ ചെയ്ത് തരും. നിങ്ങളെ കലൂർ അല്ലെങ്കിൽ ട്രിവാൻഡ്രം ആയിക്കോട്ടെ വടകര ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവിടുന്ന് ഒരു അക്കാഡമിക് കൗൺസിലേഴ്സിനെ അസൈൻ ചെയ്ത് തരും. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ
ചിലപ്പോൾ ഗ്രൂപ്പിൽ ഇടുവായിരിക്കും, ഇതാണ് നിങ്ങളുടെ അക്കാഡമിക് കൗൺസിൽ. ജസ്റ്റ് ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു 2 മന്ത് എങ്കിലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആരും നോട്ടീസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ, ആരും ജസ്റ്റ് മെസ്സേജ് ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചതൊന്നും ആരും ഡിസ്കസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ സ്റ്റഡി സെന്ററിനൊന്ന് ബന്ധപ്പെട്ട് നോക്കുക. നേരിട്ട് പോകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കാരണം നമ്മൾ ഫോണ് വിളിച്ചാൽ പല സ്റ്റഡി സെന്റേഴ്സും ആരും എടുക്കാറില്ല. ഓക്കെ, അപ്പൊ നമ്മൾ അത് ചെയ്തതിന് ശേഷം അവിടുന്ന് നമ്മളുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് അവിടെ ഉണ്ടാവും. അതായത് ചിലപ്പോൾ അവിടുന്ന് നമ്മൾ പോയി കഴിഞ്ഞാലായിരിക്കും പറയുന്നുണ്ടാവും, ഇന്ന ആളാണ് നമ്മൾ ഇന്ന ഗ്രൂപ്പിലായിരിക്കും വരിക, അപ്പൊ ഇന്ന ആളായിരിക്കും അക്കാഡമിക് കൗൺസിലർ. അപ്പൊ അവരുടെ നമ്പർ നമുക്ക് തരും. അതിനുശേഷം അവരുടെ അടുത്ത് നമ്മൾ ഇങ്ങനെ പറയാവുന്നെങ്കിൽ നേരിട്ട് അവരെ കാണാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ ഇവിടെയാണ് ഇന്റേൺഷിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നത്, കാരണം നമ്മളുടെ വീടിന്റെ അടുത്താണ് ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥലത്തിനെ പറ്റിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് അന്വേഷിച്ച് നോക്കുക. അവിടെ നല്ല ക്ലാസ്സുകളായിരിക്കണം, പല പല കേസസ് കിട്ടണം. കാരണം നമുക്ക് റിപ്പോർട്ട് കൊടുക്കുന്ന റിപ്പോർട്ട് നമ്മൾ സ്റ്റഡി സെന്ററിലല്ല സബ്മിറ്റ് ചെയ്യേണ്ടത്, റീജിയണൽ സെന്ററിലാണ് പോയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെറൈറ്റി ഓഫ് കേസസ് നമ്മൾ നോക്കണം. അതായത് കുറച്ചും കൂടെ ഒരു ഡിഫറെന്റ് വെറൈറ്റി ഓഫ് കേസസ് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പൊ അത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എത്ര കേസുകൾ, ചില സമയങ്ങളിൽ 15 കേസസ് പറയാറുണ്ട്, 10 കേസസ് പറയാറുണ്ട്. അത് സ്റ്റഡി സെന്റർ ടു സ്റ്റഡി സെന്റർ ആൻഡ് അക്കാഡമിക് കൗൺസിലേഴ്സ് ടു കൗൺസിലേഴ്സ് വാരി ചെയ്യാറുണ്ട്. പക്ഷെ കുറച്ചും കൂടെ കേസസ് കിട്ടുന്ന ഒരു സ്ഥലം നിങ്ങൾ ഇപ്പോ ജസ്റ്റ് നിങ്ങളെ പേഴ്സണലി ഒന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മൾ ഇവിടെ പോകണം എന്നുള്ള രീതിയിൽ ഒന്ന് മൈൻഡിൽ വെക്കുക. അവിടെ പോയിട്ട് ഒന്ന് അന്വേഷിക്കുക. ഓക്കെ, ഇത്ര സമയത്ത് 240 ഹവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 8 അവർ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു 30 ഡേയ്സ് നമ്മൾ പോകുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക നമ്മൾ ആ ഒരു ഇന്റേൺഷിപ്പ് ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അതൊക്കെ ഓക്കെ ആവുന്ന, ഇവിടെ നമുക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെ നമ്മളൊന്ന് കണ്ടുപിടിക്കുക. അതല്ലെങ്കിൽ നമുക്ക് റീജിയണൽ സെന്ററിൽ പോയിട്ട് അന്വേഷിക്കുകയും ചെയ്യാം. നമുക്കൊന്നും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അവര് പറയുന്ന സ്ഥലത്ത് നമുക്ക് ചെയ്യാം, അതൊന്നും ഒരു പ്രശ്നമല്ല. എന്നിട്ട് നമ്മൾ അവിടെ നേരിട്ട് പോയി കണ്ട് അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ അടുത്ത് സംസാരിച്ച് നമ്മൾ ഇന്റേൺഷിപ്പിന് പോയി തുടങ്ങുന്നു. ഇന്റേൺഷിപ്പിന് പോയുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് എന്താണ് ചെയ്യാന്ന് പറഞ്ഞാൽ കേസ് റിപ്പോർട്ടും കാര്യങ്ങളും എടുക്കുകയാണ് ചെയ്യാം. അപ്പൊ കേസ് റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർലി അവര് തരുന്ന ഒരു ഫോർമാറ്റിൽ നമ്മൾ കേസുകൾ എഴുതുക. കേസുകൾ എഴുതി ഫസ്റ്റത്തെ കേസ് തന്നെ എഴുതിയിട്ട് അക്കാഡമിക് കൗൺസിലേഴ്സിന് കാര്യം ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് അയച്ച് ഇത് ഓക്കെ അല്ലേ, ഫോർമാറ്റിൽ ഓക്കെ അല്ലേ എന്നൊന്ന് ക്രോസ് വെരിഫൈ ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ഒരു കാര്യം പറയാം. അതായത് നമ്മൾ ഇന്റേൺഷിപ്പ് പോകുന്ന എന്തിനാണ്, നമ്മൾ കേസുകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാനാണല്ലോ. അപ്പൊ അവിടുന്ന് കേസ് റിപ്പോർട്ട് എടുത്തതിന് ശേഷം ഫസ്റ്റ് ഫെയർ കേസ് റിപ്പോർട്ട് എഴുതുന്നതിന് മുമ്പേ അക്കാഡമിക് കൗൺസിലേഴ്സിനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഫോർമാറ്റ് എല്ലാം കറക്റ്റ് ആണോ, കാരണം അവരൊരു ഫോർമാറ്റ് നമുക്ക് അയച്ചു തരും നമ്മളുടെ ഇന്റേൺഷിപ്പ് തുടങ്ങുന്നതിന് മുമ്പേ. അപ്പൊ അതൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് അവരെ വെരിഫിക്കേഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ ഇന്റേൺഷിപ്പിന്റെ റിപ്പോർട്ട് എഴുതാം. റിപ്പോർട്ട് എഴുതിയിട്ട് നമുക്ക് ഒരു ലാസ്റ്റ് ഇന്റേൺഷിപ്പിന്റെ ആ ഒരു പ്ലേസിൽ നിന്ന് നമുക്ക് ഒരു എൻവലപ്പിൽ നമുക്ക് നമ്മളുടെ ആ ഒരു കംപ്ലീറ്റ് ഇന്റേൺഷിപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒക്കെ ഒരു എൻവലപ്പിലൊക്കെ ഇട്ട് സീലൊക്കെ അടിച്ചിട്ട് നമുക്ക് അവിടെ ഇന്റേൺഷിപ്പ് ചെയ്ത പ്ലേസിൽ നിന്ന് നമ്മുടെ സ്റ്റഡി സെന്ററിലേക്ക് ഒരു ലെറ്റർ തരും. അതും നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇന്റേൺഷിപ്പ് റിപ്പോർട്ടിന്റെ സമയത്ത് സബ്മിറ്റ് ചെയ്യണം. അതൊന്നും നമ്മൾ തുറന്നു നോക്കാനോ അതിൽ നമ്മളെ കൈകടത്താനൊന്നും പാടില്ല. അതൊക്കെ കുറച്ച് എന്താണ് ശരിക്കും ഒരു സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോഴാണ് നമ്മളുടെ ഈ ഒരു അറ്റൻഡൻസ് കിട്ടുള്ളൂ, കേസ് റിപ്പോർട്ട് അവർ നോക്കുള്ളൂ, അതിന്റെ എല്ലാ കാര്യങ്ങളും അവർ ചെക്ക് ചെയ്യുള്ളൂ. ഇതിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഒരു ടച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പറയുന്ന ഒരു കേസ് റിപ്പോർട്ടോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള കേസ് റിപ്പോർട്ട് കൊടുക്കുന്ന കൗൺസിലേഴ്സ് വേറെ ആയിരിക്കാം. ചിലപ്പോൾ കലൂരിലുള്ള ഈ ഫോർമാറ്റിലല്ല, പ്രിന്റഡ് ഫോർമാറ്റ്, ഹാൻഡ് റിട്ടൺ ഫോർമാറ്റ് വേണ്ട. അപ്പൊ അതൊക്കെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ഉണ്ടാവും ഓരോരുത്തർക്ക്. അപ്പൊ അത് നമ്മൾ നമുക്ക് അസൈൻ ചെയ്ത് തന്നിട്ടുള്ള ആ ഒരു അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് ചോദിക്കും. ഓക്കെ, അപ്പൊ ഇൻ കേസ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്, നിങ്ങൾ ഇപ്പൊ തന്നെ സെർച്ച് ചെയ്ത് തുടങ്ങുക. ഇന്റേൺഷിപ്പ് എവിടെയാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ, എനിക്ക് ഡെയിലി ഒരു 30 ഡേയ്സ് എനിക്ക് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്, സോ എനിക്ക് ട്രാവലിങ്ങിലും കാര്യങ്ങളിലൊക്കെ ഓക്കെ ആയ ഒരു പ്ലേസ് എവിടെയാണ്, അതുപോലെ കുറച്ച് അന്വേഷിച്ച് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് ഒരു വിത്തിൻ ഒരു 1 മന്തിന്റെ ഉള്ളിൽ നിങ്ങൾ അക്കാഡമിക് കൗൺസിലേഴ്സ് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയിട്ട് ആരാ എന്താന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് എടുത്ത് കണക്ട് ചെയ്തിട്ട് ഇതിനൊരു ക്ലാരിറ്റി വരുത്തും. എന്നിട്ട് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി, എന്തെങ്കിലും ഒരു ഫെർദർ ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ മാം, നമ്മള് ജൂണിലാണ് എക്സാം എഴുതണമെങ്കിൽ ഈ റിപ്പോർട്ട് നമ്മള് അസൈൻമെന്റ്സിന്റെ അതേ സമയത്ത് സബ്മിറ്റ് ചെയ്ത് തുടങ്ങണം. അതായത് മാർച്ച് ഏപ്രിൽ ആ ഒരു മന്തിൽ സബ്മിറ്റ് ചെയ്തു. നമ്മളെ ഇന്റേൺഷിപ്പിന്റെ ആ ഒരു ടൈമും നമ്മളുടെ അസൈൻമെന്റ് സബ്മിഷന്റെ ടൈമും ഏകദേശം സിമിലർ ആണ്. വേറെ ഒരു ഡൗട്ടും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പോ ഇനി ഫെർദർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചോദിക്കാം. അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സിന്റെ അടുത്തോ നിങ്ങളുടെ അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ അസൈൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരെടുത്തും നമ്മളെടുത്തും ഒക്കെ ചോദിക്കാം. അതൊന്നും ഒരു പ്രശ്നമല്ല.
അതുപോലെ നമ്മൾ ഇന്റേൺഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ അപ്പുറത്തോട്ടേക്ക് നമുക്ക് ഇപ്പോ ഓൾ ഓഫ് എ സഡൻ വരുന്ന ഒരു കാര്യമാണ് പ്രാക്ടിക്കൽസ്. അതുകൊണ്ട് നിങ്ങൾ മെയിലുമായിട്ടും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പുമായിട്ടും ഒക്കെ കുറച്ചും കൂടെ ഒരു ഇൻ ടച്ച് ആയിട്ടുള്ള ഒരു നിങ്ങൾ കുറച്ചും കൂടെ അവയർ ആയിരിക്കണം എന്തൊക്കെയാണ് നടക്കുന്നത്, മെയിലിലൊക്കെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ഫ്രീക്വന്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ ജോയിനിങ്. ഫർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.